Okay. ഹലോ. യെസ്, നമുക്ക് കേൾക്കാനൊക്കെ കഴിയുന്നുണ്ടല്ലോ അല്ലേ? സൗണ്ടിനൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായിട്ട് കാത്തിരിക്കുകയായിരുന്നു ഗ്രൂപ്പ് ഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം ക്ലിയർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇന്നത്തെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ നോട്ടിഫിക്കേഷൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം പറയാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം കൂടെ തരാം. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം നോട്ടിഫിക്കേഷനിലേക്ക് ഒന്ന് പോവാം. നോട്ടിഫിക്കേഷൻ പറയുന്നത് നമ്മുടെ CN നമ്പർ പറയുന്നുണ്ട് 08/2024. ഈ ഒരു നമ്പറിലാണ് CN വന്നിട്ടുള്ളത്. നോട്ടിഫിക്കേഷൻ നമ്പറാണത്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് ഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്ക് ഡേറ്റ്സ് തന്നെയാണ്. അപ്പോൾ ആ ഡേറ്റ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. 28/12/2024, അതായത് കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിൽ ഒരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു, ഇൻഡിക്കേറ്റീവ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. സാധാരണ റെയിൽവേ അങ്ങനെയാണ് ചെയ്യുക. ഒരു ഷോർട്ട് നോട്ടീസ് ഒരു പേപ്പർ കട്ടിംഗ് ആയിട്ട് വരും. അതിനുശേഷമാണ് നമുക്ക് ഇത്തരത്തിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരിക. അപ്പോൾ ഷോർട്ട് നോട്ടീസ് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അതിൽ വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടേക്ക് വന്നപ്പോഴേക്കും ഡീറ്റെയിൽ ആയിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ഇന്ന് പബ്ലിഷ് ചെയ്തത് ഇന്നാണ്. ഇന്നത്തെ ഇപ്പോൾ ഞാൻ ഈ ലൈവ് എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് മാത്രമാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. 22/1/2025 നോട്ടിഫിക്കേഷൻ വന്നു. എന്ന് മുതലാണ് അപ്ലൈ ചെയ്യേണ്ടത്? 23-ാം തീയതി മുതൽ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതായത് നാളെ മുതൽ, ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നാളെ മുതൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ് എന്നാണ്? ഫെബ്രുവരി 22-ാം തീയതിയാണ് ക്ലോസിംഗ് ഡേറ്റ്. അപ്പോൾ 22 ഫെബ്രുവരി വരെ നിങ്ങൾക്ക് സമയമുണ്ട്. ആ സമയം വരെയാണ് ക്ലോസിംഗ് ഡേറ്റ് ഉള്ളത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും അവസാനത്തേക്കൊന്നും വെക്കാൻ പാടില്ല. നിങ്ങൾ എപ്പോഴും ഡേറ്റ് ഒക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഫെബ്രുവരി 22-ന് ക്ലോസ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളൊരു ഫെബ്രുവരി 10-ാം തീയതിക്കുള്ളിലെങ്കിലും അപ്ലൈ ചെയ്ത് തീർത്തിരിക്കണം. അപ്പോൾ നിങ്ങളെ മനസ്സിലുണ്ടാവേണ്ട ക്ലോസിംഗ് ഡേറ്റ് എന്നാ? ഫെബ്രുവരി 10 ആയിരിക്കണം. അതിനോട് അടുത്ത് ചെയ്താൽ മതി. നാളെ തന്നെ ചാടിക്കയറി ചെയ്യണമെന്ന് പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചാടിക്കയറി ചെയ്യാൻ നിൽക്കരുത്. എല്ലാവരും പറയുന്നതൊക്കെ മനസ്സിലാക്കി, എന്തൊക്കെയാണ് ഈ വർഷത്തെ സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം കൂടുതൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം ചെയ്യുക. പക്ഷേ ഫെബ്രുവരി 10-ന് അപ്പുറത്തേക്ക് പോകാനും പാടില്ല. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഫീസ് അടയ്ക്കാൻ എക്സ്ട്രാ ഒരു ദിവസം കൂടെ ഉണ്ട്. അത് നമ്മൾ നോക്കണ്ട. നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഫീസ് അടച്ച് പോകണം. ഇനി അത് കഴിഞ്ഞാൽ ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒഴികെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ 25-ാം തീയതി മുതൽ 6-ാം തീയതി വരെ സമയമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 25 മുതൽ 6 വരെയാണ് അവിടെ. 25 എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി 25. നമ്മൾ നോട്ടിഫിക്കേഷൻ, നമ്മൾ അപ്ലിക്കേഷൻ കഴിഞ്ഞ് 25-ാം തീയതി, അപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള 25-ാം തീയതി മുതൽ, ഓക്കെ, 25-ാം തീയതി മുതൽ 6/3/2025 വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത്രയുമാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഡീറ്റെയിൽസ് ഉള്ളത്. ഇനി കൂടുതലായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളെ കൂടി പറഞ്ഞുതരാം. ഓക്കെ, വേക്കൻസീസ് ആണ് അടുത്ത ഡീറ്റെയിൽസ് ഉള്ളത്. യെസ്, ഓക്കെ. വേക്കൻസീസിനെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഷോർട്ട് നോട്ടീസിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു 32,000-ഓളം വേക്കൻസീസ് ആണ് ഉണ്ടാവുക എന്നുള്ളത്. ഇതിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. 32,438 വേക്കൻസിയാണ് ഇവിടെ അനൗൺസ് ചെയ്തിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും കൂടും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുറെ അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരുപാട് സോഴ്സുകൾ പറയുന്നുണ്ട് കൂടാൻ സാധ്യതയുണ്ട്. കൂടുന്ന് പറയുമ്പോൾ ചെറുതല്ല, കാര്യമായ മാറ്റങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയാം, ALPന്റെ കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ചെറിയ വേക്കൻസിയിൽ നിന്നും അപ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം വലിയ വേക്കൻസിയായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രതീക്ഷ ഗ്രൂപ്പ് ഡിന്റെ കേസിലും പലരും പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാൻ. എന്തായാലും നിലവിൽ 32,000 അവിടെ വേക്കൻസി വന്നിട്ടുള്ളത്. ഇനി ഏജിനെ പറ്റി പറയാം. ഒരുപാട് ആളുകൾക്കുള്ള ഒരു സമാധാനം എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഡി നമുക്ക് വലിയൊരു ഏജ് വരെ എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അതായത് നമ്മളെ പ്രിപ്പറേഷൻ്റെ അവസാനത്തെ കാലഘട്ടത്തിൽ എത്തിയാൽ പോലും നമുക്ക് എഴുതാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/1/2025 വെച്ചിട്ടാണ്. ഞാൻ ഏജിന്റെ ഡീറ്റെയിൽസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇനി ഒരു സംശയം ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അതായത് ഈ 1/1/2025, അതായത് ഈ ജനുവരി 1-ാം തീയതി നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവാൻ പാടില്ല? 36 വയസ്സായിട്ടുണ്ടാവാൻ പാടില്ല. അതായത് നിങ്ങളെ 36th ബർത്ത്ഡേ, 36ാമത്തെ ബർത്ത്ഡേ, 36 ബർത്ത്ഡേ നിങ്ങൾ ആഘോഷിക്കുന്നത് എപ്പോഴായിരിക്കണം? ഈ ഡേറ്റിന് ശേഷമായിരിക്കണം. 1/1/2025 ശേഷമായിരിക്കണം
നിങ്ങളെ ബർത്ത്ഡേ. അതായത് 1/1/2025 മുന്നേ നിങ്ങൾക്ക് 36 വയസ്സായിട്ടുണ്ടാവാൻ പാടില്ല. ഇതാണ് ഇയറിന്റെ നമ്മളെ ഏജിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ 36 വയസ്സാണ് ഇത്തവണ എന്നുള്ളത് മറന്നു പോകാണ്ടിരിക്കുക. ഇനി അവിടെ ഇനീഷ്യൽ പേ എത്രയാ? ഇനീഷ്യൽ പേ 18,000 ആണ്. നമുക്കറിയാം ഒരു 10th ലെവൽ പോസ്റ്റ് ആണ്, അവിടെ ഇനീഷ്യൽ പേ 18,000 ആണ്. പക്ഷെ നമുക്ക് ഇവിടെ ഇപ്പോൾ 7th പേ മെട്രിക്സ് ആണ് പറയുന്നതെങ്കിൽ പോലും നമുക്ക് ഇത്തവണ ഇപ്പോൾ തൊട്ട് 2 ദിവസം മുമ്പെയാണ് കേന്ദ്ര സർക്കാരിന്റെ 8th ഇത് വന്നിട്ടുള്ളത്, 8ാമത്തെ ശമ്പള കമ്മീഷൻ വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഭയങ്കരമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പിന്നീടാണ് അറിയാൻ പറ്റുക. ഇപ്പൊ എന്തായാലും ബേസിക് പേ 18,000 തന്നെയാണ്. ഈ 18,000 ബേസിക് പേ ആണെന്ന് മനസ്സിലാക്കണം. ഗ്രൂപ്പ് ഡിന്റെ ബേസിക് പേ മാത്രമാണ്. ഇൻ ഹാൻഡ് വരുമ്പോൾ ഇതായിരിക്കില്ല സാലറി എന്ന് പറയുന്നത്. നമുക്കറിയാം റെയിൽവേ ഒരുപാട് നമുക്ക് അലവൻസസ് ആയിട്ട് തരുന്നതാണ്. അതുകൊണ്ട് തന്നെ 18,000 എന്ന് പറയുന്നത് നമുക്കൊരു ചെറിയ എമൗണ്ട് ആയിട്ട് തന്നെ കണ്ടുപോകാം. ബേസിക് പേ മാത്രമായിട്ട് കണ്ടുപോകാം. അതിൽ കൂടുതലായിരിക്കും നമുക്ക് ഇൻ ഹാൻഡ് കിട്ടാൻ പോകുന്നത് എന്നുള്ളത് ഓർത്തുക. ഓക്കെ, അതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വേക്കൻസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഇനി പിന്നെ നമുക്ക് കുറെ വാർണിംഗ് ഒക്കെ തരികയാണ്. ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലെ അവിടെ പറയുന്ന മറ്റൊരു കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ പറയാം. യെസ്, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ RRBs നോക്കി അപ്ലൈ ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു RRBയിൽ അപ്ലൈ ചെയ്യും. അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അതുകൊണ്ട് ഡീറ്റെയിൽഡ് വേക്കൻസി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അതായത് ഓരോ സ്ഥലത്തും എത്ര വേക്കൻസി ഉണ്ട്, നമ്മൾ എവിടെ അപ്ലൈ ചെയ്യണം, RRB നമ്മുടെ റെയിൽവേയിൽ നോക്കി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഒരു എഡിറ്റ് പോസിബിൾ അല്ല. അതുപോലെ നിങ്ങളെ പേര് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക. അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ, അതുപോലെ ഫോൺ നമ്പർ, ഇമെയിൽ ID പോലെ കുറച്ച് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊന്നും ഒരിക്കലും എന്ത് ചെയ്യാണ്ടിരിക്കുക, മിസ് ചെയ്യാണ്ടിരിക്കുക. അത് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായെന്ന് വരില്ല. നമ്മൾ ഈ കഴിഞ്ഞ പരീക്ഷകൾക്കൊന്നും അത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം അപ്ലൈ ചെയ്യുക. അതും ഈ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ഏജ് ലിമിറ്റ് 1/1/2025 ആണ്. ഓക്കെ, അത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് അവിടെ പറഞ്ഞു പോകുന്നത്. ഇനി നമുക്ക് എക്സാം, യെസ്, ഓക്കെ, സ്റ്റേജസ് ഓഫ് എക്സാമിനേഷൻ പറയുന്നുണ്ട്. സിംഗിൾ സ്റ്റേജ് ആണ്, അതായത് സിംഗിൾ സ്റ്റേജ് എക്സാം ആണ് നടക്കുക. ഒരു CBT, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് ഉണ്ടാവുക. അത് സിംഗിൾ സ്റ്റേജിലോ മൾട്ടി സ്റ്റേജിലോ നമുക്ക് റെയിൽവേ ആണ് തീരുമാനിക്കുന്നത്. നമുക്ക് എന്തായാലും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ഉണ്ടാവും. ഒരു എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിനുശേഷം നമുക്ക് ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. ഗ്രൂപ്പ് ഡിന്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നമുക്കറിയാം. റെയിൽവേയിലെ ഏറ്റവും പ്രധാനമായിട്ടും ഫിസിക്കൽ ടെസ്റ്റ് നടക്കുന്നത് ഒന്ന് RPF-നും പിന്നെ ഒന്ന് ഗ്രൂപ്പ് ഡിക്കുമാണ്. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും, അത് കഴിഞ്ഞാൽ മെഡിക്കലും ഉണ്ടാവും. അപ്പോൾ ഒരു എക്സാം ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഒരു PET ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ എക്സാമിനേഷനുമാണ് ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് അവിടുത്തെ ഓരോ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ 4 സ്റ്റെപ്പായിട്ട് നമുക്ക് പറഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. ഇതാണ് അവിടെ മെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടതുണ്ടോ? ഓക്കെ, മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട്. അതിൽ വിഷനും പറയുന്നുണ്ട്, അതുപോലെ തന്നെ ജനറൽ ഫിറ്റ്നസും പറയുന്നുണ്ട്. A2-ഉം A3-യും ആണ് ഇവിടുത്തെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്റ്റന്റ് വിഷൻ വിത്തൗട്ട് ഗ്ലാസസ് 6/9 വേണം, ഇവിടെയും 6/9 വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ വിഷന്റെ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഓക്കെ, പിന്നെ B1-ഉം എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. B1 മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് തന്നിട്ടുണ്ട്, B2 തന്നിട്ടുണ്ട്, C1 തന്നിട്ടുണ്ട്, C2 തന്നിട്ടുണ്ട്. ഇതെന്തിനാ തരുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ ഏതാണെന്ന് ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഞാൻ B1 ആയിരിക്കും, അപ്പോൾ ഞാൻ B1-ന് പറ്റിയ പോസ്റ്റുകൾ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്യണം. ചിലപ്പോൾ ഞാൻ എന്തായിരിക്കും C1 ആയിരിക്കും. അപ്പോൾ C1 എവിടേക്കാണോ എലിജിബിൾ ആയിട്ടുള്ളത്, എവിടെയാണോ എൻ്റെ പോസ്റ്റിന് വേക്കൻസി കൂടുതലുള്ളത്, അവിടെ നോക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതാണ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും നമ്മൾ മിസ് ചെയ്തതുണ്ടോ? യെസ്, ഏജിൻ്റെത്. ഏജ് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞതാണ്. സ്റ്റിൽ ഒന്നും കൂടി പറയാം. 18 മുതൽ 33 വയസ്സ് വരെയാണ് സാധാരണ ഗ്രൂപ്പ് ഡി എക്സാമിന് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പക്ഷെ ഇത്തവണ ഒരു 3 വർഷം, കോവിഡ് ആയതുകൊണ്ട് ഒരു 3 വർഷം, മറ്റെല്ലാ പരീക്ഷകൾക്കും വന്നതുപോലെ ഇത്തവണയും 3 വർഷം റിലാക്സേഷൻ ഉണ്ട്. അതായത് 18 വയസ്സ് മുതൽ
36 വയസ്സ് വരെയുള്ള ആളുകൾക്കൊക്കെ എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി അവിടെ കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളൊരു OBC NCL ആണെങ്കിൽ, നോൺ ക്രീമി ലെയർ NCL സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുമ്പോൾ റെയിൽവേന്റെ ഫോർമാറ്റ് RRBന്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റിൽ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. അവിടെ ആ NCL കാറ്റഗറിയിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം റിലാക്സേഷൻ കിട്ടും. ഇനി SC ST ആണെങ്കിൽ 5 വർഷം റിലാക്സേഷൻ കിട്ടും. അത്രയാണുള്ളത്. പിന്നെ എക്സ് സർവീസ്മെന്റിന്റെ റിലാക്സേഷൻ തന്നിട്ടുണ്ട്. അത് UR ആണെങ്കിലും EWS ആണെങ്കിലും 3 വർഷം ഉണ്ട്. അതുപോലെ OBC NCL ആണെങ്കിൽ 6 വർഷമുണ്ട്, SC ST ആണെങ്കിൽ 8 വർഷമുണ്ട്. പ്രിലിംസ് ഉണ്ടോ? ഒറ്റ എക്സാമേ ഉള്ളൂ. ഒറ്റ എക്സാമിലൂടെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഡി എക്സാം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, യെസ്. ഇനി ഓക്കെ, ഇവിടെ ഇങ്ങനെയും കൂടെ തരുന്നുണ്ട് കേട്ടോ. ഇപ്പൊ നിങ്ങൾ അപ്പർ ഏജ് ലിമിറ്റ് തരുന്നുണ്ട്, ലോവർ ഏജ് ലിമിറ്റ് തരുന്നുണ്ട്. ലോവർ ഏജ് ലിമിറ്റ് പറയുന്നത് 1/1/1989 ശേഷം ജനിച്ച UR അല്ലെങ്കിൽ EWSകാർ, 2/1/1986 ശേഷം ജനിച്ച OBC, 2/1/1984 ശേഷം ജനിച്ച SC ST. ഇത്രയും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. 2/1 മുതലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ 1/1/1989 ശേഷം ജനിച്ചവർ, അതായത് 2 മുതൽ 2-ാം തീയതി മുതലുള്ള ആളുകൾക്ക്, ഡേറ്റ് ഓഫ് ബർത്ത് 2-ാം തീയതി മുതലുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതാണ് ഏജുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമുള്ളത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഒരുപാട് ആളുകൾ പറയുന്നുണ്ടായിരുന്നു ഇത്തവണ എന്താ വരിക, ഇത്തവണ ITI മാത്രമായിരിക്കും, എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല, ITI or 10th ആണ്. ITI or 10th. അപ്പൊ നിങ്ങൾക്ക് 10th യോഗ്യത ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും, ITI ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കും. അവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്, 22/2/2025 നമ്മൾ ആപ്ലിക്കേഷന്റെ ക്ലോസിംഗ് ഡേറ്റ്. ഈ ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടാവണം? നിങ്ങളുടെ കയ്യിൽ ഈ ഒരു യോഗ്യത ഉണ്ടാവണം. അപ്പൊ ITI നിങ്ങൾ പാസ്സായിട്ടുണ്ട് 22/2/2025 മുന്നേ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ എക്സാം അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. 10th നിങ്ങൾ പാസ്സായത് ഈ ഡേറ്റിന് മുന്നേ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ പെൻഡിങ് ആണ്, റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഈ ഡേറ്റിൽ വന്നില്ല, ഈ ഡേറ്റിന് മുന്നേ റിസൾട്ട് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷനുള്ള യോഗ്യത ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഡേറ്റ് ഓർത്തിരിക്കണം. നിങ്ങൾക്ക് യോഗ്യത ഈ ഡേറ്റിന് മുമ്പായിട്ട് ഉണ്ടാവണം. Those awaiting result of their final examination of the prescribed minimum educational or technical qualification should not apply. അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനിയും ഒരു നോട്ടിഫിക്കേഷൻ കൂടെ വരുമോ? ഇല്ല, ഇതാണ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ്. ഇതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എക്സാമിനേഷൻ ഫീസ് പറയുന്നുണ്ട് 500 രൂപയാണ്. അത് ഓക്കെ, ഫീ കൺസെഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് 500 രൂപയാണ്. പിന്നെ നമ്മുടെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഫീമെയിൽസ്, ട്രാൻസ്ജെൻഡേഴ്സ്, എക്സ് സർവീസ്മെൻ തുടങ്ങിയ ആളുകൾക്ക് 250 രൂപയാണ് ഫീസ് ഉണ്ടാവുക. അപ്പൊ അത്രയാണ് ഫീസിനെ പറ്റിയുള്ള ബേസിക്, ബാക്കിയൊക്കെ ബേസിക് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അവിടെ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കാം. പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, എല്ലാ ഡീറ്റെയിൽസും ഇപ്പം എക്സ് സർവീസ്മെൻ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ നോട്ടിഫിക്കേഷനിൽ ഓരോ പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. യെസ്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയിട്ട്. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഒരെണ്ണം, ഒരു എക്സാം ആദ്യം നടക്കും, പിന്നെ ഒരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് നടക്കും, പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ നടക്കും, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷനും കൂടെ നടക്കും. ഓക്കെ, ഇനി അവിടുത്തെ സിലബസിനെ പറ്റിയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ശ്രദ്ധിച്ചോണം, 90 മിനിറ്റ് ആണ് എക്സാം ഉണ്ടാവുക. ഓക്കെ, അതിൽ തന്നെ അത് അവിടെ പറയുന്നുണ്ട് 120 മിനിറ്റ്സ് ഫോർ PWD കാൻഡിഡേറ്റ്സ്. അതായത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന് 120 മിനിറ്റ് ഉണ്ടാവും. അവര് എലിജിബിൾ ആണെങ്കിൽ 120 മിനിറ്റ് ഉണ്ടാവും. അപ്പൊ 90 മിനിറ്റ് ആണ് ജനറലി ഉള്ള സമയം, 1.5 മണിക്കൂർ. അതിൽ ജനറൽ സയൻസ് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ഇന്റലിജൻസ് ആൻഡ് റീസണിങ് 30 ക്വസ്റ്റ്യൻ ഉണ്ടാവും, ജനറൽ അവയർനെസ്, കറണ്ട് അഫെയർ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ടോട്ടലി 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ സയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ റീസണിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ നമ്മളിതൊക്കെ പഠിച്ചു പോകേണ്ടതുണ്ട്. വെറുതെ ഒരു PSC എന്നുള്ള നിലയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമുക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് ഞാൻ ഇപ്പൊ തന്നെ പറയുകയാണ്. കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഒരു റെയിൽവേ ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. റെയിൽവേ NTPC പരീക്ഷയ്ക്ക് എങ്ങനെ പഠിക്കുന്നോ അതുപോലെ തന്നെ ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ ഈ PSC എന്നുള്ള ലെവലിൽ നിങ്ങൾ സില്ലി ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. കാരണം
ജനറൽ സയൻസ് അത്യാവശ്യം നല്ല ലെവലിലാണ് ചോദിക്കുക. മാത്സ്, റെയിൽവേ, മറ്റ് ഇപ്പൊ NTPC ലെവലിൽ തന്നെയാണ് എന്ത് ചെയ്യുക ഗ്രൂപ്പ് ഡി എക്സാമിനും ചോദിക്കുക. അതിൽ കുറച്ച് ടോപ്പിക്കുകൾ ഇല്ലാന്നേ ഉള്ളൂ. ലെവലിലൊന്നും ഒരു വ്യത്യാസം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ ഇവിടെ കോമ്പറ്റീഷൻ ഉണ്ടാകാൻ പോകുന്നത് NTPC പഠിക്കുന്ന കുട്ടികളെ കൂടെ തന്നെയാണ്. അപ്പൊ അവരുടെ ലെവലിലെങ്കിലും പഠിച്ചില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ ചെയ്യാൻ പറ്റില്ല. പഠിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് ഇന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കണം, ഒരു PSC ലെവലിൽ ഇരുന്ന് ഇതിനെ പറ്റി ആലോചിക്കരുത്. ചിന്തിച്ച് വൃത്തിയായി മനസ്സിലാക്കി കൃത്യമായി RRB ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ച് ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ പറയുന്നത്. ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളെ കമന്റിൽ നിങ്ങൾക്ക് വേണ്ട ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഓരോ കമന്റിനും നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്ത് ക്ലാരിറ്റി വരുത്താം എന്നുള്ളതാണ്. ഇവിടെ ഫിസിക്കലിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിൽ അപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഈ PDF നമ്മുടെ ദിശ ടെലഗ്രാം ചാനലിൽ, ദിശ അക്കാദമിന്റെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതും കൂടെ നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്ലിക്കേഷൻ ഹൗ ടു അപ്ലൈ അതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ഹൗ ടു അപ്ലൈ, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മളെ ചാനലിൽ ഉടൻ തന്നെ വരുന്നതായിരിക്കും. ആരും ചാടിക്കയറി അപ്ലൈ ചെയ്യാതിരിക്കുക. ആ വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. അപ്പോൾ വീഡിയോ കാണുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനലിലേക്ക് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകാണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് പറയാനുള്ളത്. മറ്റു കാര്യങ്ങൾ, ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോരോ പാർട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഈ ഒരു സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, പ്രധാനപ്പെട്ട ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഓൺലി വൺ എക്സാം, ഒരു എക്സാം ആണുള്ളത്. യെസ്, TVM വേക്കൻസി ഒന്നും കാണിക്കുക. അതായത് വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് വരും കേട്ടോ. വേക്കൻസി എങ്ങനെയാണുള്ളത് അതും വീഡിയോ ആയിട്ട് തന്നെ ചെയ്തു തരാം. ഏതൊക്കെ സ്ഥലത്ത് എങ്ങനെയൊക്കെയാണ് വേക്കൻസി ഉള്ളത് നോക്കി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പറയാം. യെസ്, ഞാനിപ്പോൾ പറയുന്നത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുമ്പോഴേക്കും ചാടിക്കയറി ഒന്നിനും അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം മിസ്റ്റേക്കുകൾ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചെറിയൊരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ പിന്നീട് അത് എഡിറ്റ് ചെയ്യുന്നത് പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് കൃത്യമായി അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ പഠിച്ച്